നമസ്കാരം, ഞാൻ ആരതി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഐസി ഇംഗ്ലീഷ്, ഇൻ അസോസിയേഷൻ വിത്ത് ഹൈസ്ലി മാട്രസസ്. വിലക്കു നീക്കി സുപ്രീം കോടതി. നീറ്റ് പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുന്നത് സംബന്ധിച്ച അനിശ്ചിതത്വങ്ങൾക്ക് വിരാമം. നീറ്റ് ഫലം CBSEക്ക് പ്രസിദ്ധീകരിക്കാമെന്ന് സുപ്രീം കോടതി. ഫലപ്രഖ്യാപനം തടഞ്ഞ മദ്രാസ് ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്തുള്ള പരമോന്നത കോടതി ഉത്തരവ് CBSE സമർപ്പിച്ച ഹർജി പരിഗണിച്ച്. വിലക്ക് നീങ്ങിയതോടെ നീറ്റ് ഫലം 2 ആഴ്ചയ്ക്കുള്ളിൽ പ്രസിദ്ധീകരിക്കുമെന്ന് CBSE. നീറ്റ് പരീക്ഷയ്ക്ക് ഏകീകൃത ചോദ്യപേപ്പർ നൽകിയില്ലെന്ന ആക്ഷേപത്തെ തുടർന്ന് ഫലപ്രഖ്യാപനം നടത്തുന്നതിന് CBSEക്ക് മദ്രാസ് ഹൈക്കോടതി വിലക്ക് ഏർപ്പെടുത്തിയത് മെയ് 24-ന്. വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കാതെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. കരുക്കൾ നീക്കി ലീഗ്. മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ മുസ്ലിം ലീഗ് നീക്കമെന്ന് സൂചന. ഇതിനായി നിലവിലെ MLA അബ്ദുൾ റസാഖിനെ രാജിവെപ്പിച്ച് ഇടതുപക്ഷവുമായി രഹസ്യധാരണ ഉണ്ടാക്കാൻ ആലോചനയെന്ന് റിപ്പോർട്ട്. ലീഗിന്റെ പുതിയ നീക്കം മഞ്ചേശ്വരത്ത് കള്ളവോട്ട് നടന്നതായി ആരോപിച്ച് K. സുരേന്ദ്രൻ നടത്തുന്ന നിയമ പോരാട്ടം പാർട്ടിക്കെതിരാകുമോ എന്ന ആശങ്കയെ തുടർന്നെന്നും അഭ്യൂഹം. മഞ്ചേശ്വരത്ത് ഉപതെരഞ്ഞെടുപ്പ് കൊണ്ടുവരാനുള്ള ലീഗിന്റെ നീക്കം രാഷ്ട്രീയ പാപ്പരത്വമെന്ന് K. സുരേന്ദ്രൻ. ജനങ്ങൾക്ക് എല്ലാം മനസ്സിലാകും. മണ്ഡലത്തിൽ 3000 കള്ളവോട്ടുകൾ നടന്നിട്ടുണ്ടെന്നും കേസ് നീണ്ടുപോകാതിരിക്കാൻ 299 വോട്ടുകൾ സംബന്ധിച്ച വിവരമേ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളൂവെന്നും വിശദീകരണം. അതേസമയം മഞ്ചേശ്വരത്തെ കള്ളവോട്ടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ തള്ളി MLA PB അബ്ദുൾ റസാഖ്. BJP നടത്തുന്നത് ജനങ്ങൾക്കിടയിൽ ലീഗിനെ കള്ളന്മാരാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമം. മരിച്ച 6 പേരുടെ പേരിൽ കള്ളവോട്ട് നടന്നുവെന്ന ആരോപണം അടിസ്ഥാനരഹിതം. ഇതിൽ 4 പേർ ഇപ്പോഴും ജീവനോടെയുണ്ടെന്നും MLA. രേഖകൾ പിടിക്കാൻ ഉത്തരവ്. കൊച്ചിയിൽ മീൻപിടുത്ത ബോട്ടിലിടിച്ച വിദേശ കപ്പലിന്റെ രേഖകൾ പിടിച്ചെടുക്കാൻ കോടതി ഉത്തരവ്. ഡിജിറ്റൽ രേഖകൾ നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും പിടിച്ചെടുക്കുന്ന രേഖകൾ കൈമാറേണ്ടത് ഷിപ്പിംഗ് മന്ത്രാലയത്തിനെന്നും ഹൈക്കോടതി. നിർദ്ദേശം അപകടത്തിൽപ്പെട്ടവരുടെ ബന്ധുക്കൾ നൽകിയ ഹർജിയിൽ. ആശങ്ക വേവുന്ന അടുക്കള. പനിയും പകർച്ചവ്യാധികളും കൊണ്ട് പൊള്ളുന്ന കേരളത്തെ പൊറുതിമുട്ടിച്ച് അവശ്യ സാധന വിലയിൽ ആകാശക്കുതിപ്പ്. അരിയിനങ്ങൾക്ക് ഒരാഴ്ചക്കിടെ കിലോയ്ക്ക് 5 രൂപ കൂടിയപ്പോൾ ചെറിയ ഉള്ളിവില സർവകാല റെക്കോർഡുമായി 130 രൂപയിൽ. കൃത്രിമ വിലക്കയറ്റത്തിന് പിന്നിൽ മൊത്ത വിതരണക്കാരും ഇടനിലക്കാരുമെന്ന് വ്യാപാരികൾ. ആന്ധ്രയിൽ നിന്നുള്ള അരിയിനങ്ങൾക്ക് മാത്രമല്ല, കേരളത്തിൽ വിളയുന്ന മട്ടയ്ക്കും പൊള്ളും വില. ബ്രാൻഡഡ് മട്ട അരി കിലോയ്ക്ക് 51 രൂപ മുതൽ 55 വരെ. 40 രൂപയിൽ നിന്നിരുന്ന ജയ അരിക്ക് ചില്ലറ വിപണിയിൽ 45 രൂപയും സുലേഖയ്ക്ക് 43. 22 രൂപയ്ക്ക് ലഭിച്ചിരുന്ന പച്ചരി വില കയറിയത് കിലോയ്ക്ക് 25 രൂപയിലേക്ക്. സവാള വില കിലോയ്ക്ക് 15 രൂപയിലേക്ക് ഇടിഞ്ഞപ്പോൾ ചെറിയ ഉള്ളി വില കത്തിക്കയറിയത് 130 രൂപയിലേക്ക്. വിപണിക്ക് വിനയായത് ചെറിയുള്ളി എത്തുന്ന പൂനെയിലെ കടുത്ത വരൾച്ചയെന്ന് വ്യാപാരികൾ. പച്ചക്കറി വില കൂടി പിടിവിട്ടതോടെ സാധാരണക്കാരുടെ അടുക്കളയിൽ പരക്കുന്നത് ആശങ്കയുടെ കരിമ്പുക. താഴ്വര അശാന്തം. ജമ്മു കാശ്മീരിൽ വെടിനിർത്തൽ കരാർ വീണ്ടും ലംഘിച്ച് പാകിസ്ഥാൻ. കൃഷ്ണഘാട്ടി മേഖലയിലെ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിവയ്പ്. ആക്രമണത്തിൽ ശക്തമായി തിരിച്ചടിച്ച് ഇന്ത്യ. ജനവാസ മേഖലയിൽ ഇന്ത്യൻ സൈന്യം വെടിയുതിർത്തതായി ആരോപിച്ച് ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തി പാക് പ്രതിഷേധം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവേർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഐസി ഇംഗ്ലീഷ്, ഇൻ അസോസിയേഷൻ വിത്ത് ഹൈസ്ലി മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.